നമസ്കാരം. അമേരിക്കയുടെ യുദ്ധതന്ത്രം പിഴച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധം കേരളത്തിന് നേട്ടം. അമേരിക്കയുടെ യുദ്ധതന്ത്രം പിഴച്ചത് ഗുണമാകുന്നത് കേരളത്തിന്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ സാമ്പത്തിക കവാടമായിട്ട് മാറാൻ പോകുന്നു എന്നുള്ളതാണ്. യുദ്ധ സാഹചര്യം ബാധിക്കാത്ത സ്വാഭാവിക ആഴം 24 മീറ്ററോളമുള്ള അന്താരാഷ്ട്ര കപ്പൽച്ചാലിനോട് ഏറ്റവും അടുത്തുള്ള വിഴിഞ്ഞം ഇതോടെ ലോകത്തിന് പ്രിയപ്പെട്ടതാവുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമായതോടെ മേഖലയിലെ പ്രധാന തുറമുഖങ്ങൾ നിശ്ചലമായതാണ് വിഴിഞ്ഞത്തിന് ആഗോള സമുദ്ര വ്യാപാര ഭൂപടത്തിൽ സുവർണാവസരം ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷിതമായിട്ടുള്ള ചരക്ക് നീക്കം ഉറപ്പാക്കാൻ ലോകത്തെ വമ്പൻ കപ്പൽ കമ്പനികളെല്ലാം ഇപ്പോൾ വിഴിഞ്ഞത്തെയാണ് ആശ്രയിക്കുന്നത്. യുദ്ധഭീതിയെ തുടർന്ന് ദുബായിലെ ജബൽ അലി, അബുദാബിയിലെ ഖലീഫ പോർട്ട്, ദോഹയിലുള്ള ഹമ്മദ് പോർട്ട് ഇവയുടെയൊക്കെ പ്രവർത്തനം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആഗോള ചരക്ക് നീക്ക ശൃംഖല തകരാറിലായ ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായിട്ടുള്ള താവളം തേടുന്ന കയറ്റുമതി ഇറക്കുമതി മേഖലയ്ക്ക് വിഴിഞ്ഞം വലിയ ആശ്വാസമാവുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായിട്ടാണ് അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര രംഗത്തെ വമ്പന്മാർ വിഴിഞ്ഞത്തെ നോക്കിക്കാണുന്നത്. ഇവിടെ മെർസ്കും, ഹുണ്ടായി, എവർഗ്രീൻ, കോസ്കോ, ഓഷ്യൻ നെറ്റ്വർക്ക് തുടങ്ങിയ ലോകത്തെ പ്രമുഖ കപ്പൽ കമ്പനികളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ട്രാൻസ്ഷിപ്മെന്റിനായിട്ട് വിഴിഞ്ഞം തുറമുഖ അധികൃതരെ സമീപിച്ചു കഴിഞ്ഞു. നിലവിൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് ദീർഘകാല കരാർ ഉള്ളതിനാൽ നിലവിലുള്ള 2 ബർത്തുകളും പൂർണ്ണമായിട്ടും അവർക്കാണ് നീക്കിവെച്ചിരിക്കുന്നത്. MSCയുടെ കപ്പലുകൾ ബർത്തിനായിട്ട് പുറംകടലിൽ കാത്തു നിൽക്കുന്ന തിരക്കാണ് ഇപ്പോൾ തുറമുഖത്തുള്ളത്. കഴിഞ്ഞ 1 വർഷത്തെ പ്രവർത്തന മികവ് കൊണ്ട് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വിഴിഞ്ഞം കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന തന്ത്രപ്രധാന പദ്ധതികളുടെ കേന്ദ്ര ബിന്ദാവുകയാണ്. നിലവിൽ പ്രതിമാസം 60 കപ്പലുകളിലായിട്ട് 1.2 ലക്ഷം കണ്ടെയ്നറുകളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇതുവരെ 840 കപ്പലുകളിലായിട്ട് 18.5 ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം വഴി കടന്നുപോയി കഴിഞ്ഞു. ഇത് ഈ തുറമുഖത്തിന്റെ വളർച്ചാ വേഗത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇങ്ങനൊരു അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടി പരിശ്രമിച്ച ഒട്ടനവധി പേർ. അതിന്റെ രാഷ്ട്രീയമൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു തുറമുഖം ഉണ്ടായപ്പോൾ ഈ തുറമുഖത്തിന്റെ അവകാശികളാകാൻ എത്തുന്നവർ ആരൊക്കെയാണെന്ന് നോക്കി. ഒന്ന് നമ്മുടെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും. ഇപ്പോൾ അതിനേക്കാളേറെ കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്രബിന്ദുവായി മാറുന്ന തന്ത്രപ്രധാന പദ്ധതികളുടെ കേന്ദ്രബിന്ദുവായി മാറുന്ന ഒരു ഇടമാക്കി മാറ്റുന്നു. കേന്ദ്ര സർക്കാരിനോട് പലപ്പോഴും ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ വിഴിഞ്ഞം പദ്ധതിയെ വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ച, തൂത്തുക്കുടിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു സംഘമാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക. ഇപ്പോഴാണ് ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ വിഴിഞ്ഞത്തുണ്ട് എന്നും കേരളത്തിന് അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിവുണ്ടാകുമ്പോൾ, അത് മനസ്സിലാകുമ്പോൾ ആ മനസ്സിലാക്കലുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ബിന്ദുവായി മാറുന്നത് എന്നുള്ളത്. എനിക്കതിലൊന്നും ഒരു തരത്തിലും വ്യക്തിപരമായി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ സർക്കാർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സർക്കാർ, ആ സർക്കാരുകൾ കൊണ്ടുവരുന്ന വ്യവസായ വിപ്ലവങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പുരോഗമനങ്ങളെ അതിനെ തകർക്കുവാൻ ശ്രമിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, അത് ജനാധിപത്യത്തിൽ അത്തരത്തിലുണ്ട്. രാഷ്ട്രീയം പറയാം, പക്ഷെ വർഗീയത പറയരുത്. വർഗീയത പറഞ്ഞ് ജനത്തിനെ തമ്മിൽ തല്ലി ഭരണം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തുന്ന പാർട്ടിക്കാർ കേന്ദ്രം ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രകടനമല്ല, പകരം ഒരു വിഭാഗത്തിനെ വാർത്തെടുക്കുവാനും ഭിന്നിച്ച് ഭരിക്കുവാനുള്ള ഒരു ശ്രമമാണ് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തുറമുഖത്തിന്റെ ഒരു വളർച്ച എന്ന് പറയപ്പെടുന്നത് തിരിച്ചറിയപ്പെടേണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച ആ പദ്ധതിയുടെ ഒരു യാഥാർത്ഥ്യവൽക്കരണം എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ചെയ്യാൻ കഴിഞ്ഞത് പിണറായി വിജയൻ സർക്കാരിന് തന്നെയാണ്. നേട്ടങ്ങൾ എന്ന് പറയപ്പെടുന്നത് തിരുവനന്തപുരത്തിനുമൊപ്പം കേരളത്തിനുമാണ്. അതിനോടൊപ്പം ഇന്ത്യക്കും ഇതൊരു വളർച്ചാ വേഗത കൂടുന്ന ഒരു സംവിധാനമാണ് എന്നതാണ്. അപ്പോൾ തുറമുഖത്തെ യാർഡിന്റെ ശേഷിയേക്കാൾ കൂടുതൽ കണ്ടെയ്നറുകൾ ഇപ്പോൾ വിഴിഞ്ഞത്തെത്തുന്നുണ്ട്. 36,000 കണ്ടെയ്നറുകൾ സൂക്ഷിക്കുവാൻ ശേഷിയുള്ള യാർഡിൽ ഇപ്പോൾ ഏകദേശം 40,000 കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഈ അമിത തിരക്ക് പരിഗണിച്ച് തുറമുഖത്തിന്റെ അടുത്ത ഘട്ട വികസന പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കാനാണ് ഇപ്പോൾ അധികൃതർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട്
1.2 കിലോമീറ്റർ യാർഡ് നിർമ്മാണം 3 ഘട്ടങ്ങളിലായിട്ട് പൂർത്തിയാക്കാൻ പോകുന്നു. അടുത്ത ഘട്ടത്തിലെ ആദ്യ 400 മീറ്റർ ബർത്ത് അടുത്ത വർഷം ആദ്യം തന്നെ കമ്മീഷൻ ചെയ്യാനാണ് പദ്ധതി. രണ്ടാമത്തെ 400 മീറ്റർ ബർത്ത് അടുത്ത വർഷം അവസാനത്തോടെ തുറന്നു കൊടുക്കും. അപ്പോൾ ഇതോടെ കൂടുതൽ മദർഷിപ്പുകളെ ഒരേ സമയം സ്വീകരിക്കുവാൻ വിഴിഞ്ഞത്തിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നുള്ള ഈ ദൂരക്കുറവും സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് നൽകുന്ന മുൻതൂക്കം മറ്റ് ഇന്ത്യൻ തുറമുഖങ്ങൾക്കും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നുള്ളതാണ്. സമുദ്ര വ്യാപാരത്തിൽ പശ്ചിമേഷ്യ നേരിടുന്ന അസ്ഥിരത വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് പോലും ആയാസരഹിതമായിട്ട് അടുക്കാൻ കഴിയുന്ന വിഴിഞ്ഞം ചൈനയ്ക്കും സിംഗപ്പൂരിനും ബദലായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ബർത്തുകൾ സജ്ജമാകുന്നതോടുകൂടി എന്താ സംഭവിക്കാൻ പോകുന്നത്? ലോകത്തെ എല്ലാ പ്രമുഖ ഷിപ്പിംഗ് ലൈനുകൾക്കും വിഴിഞ്ഞം സ്ഥിരം താവളമായി മാറുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപിത നീക്കങ്ങളും വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി നീണ്ടുപോയാൽ വിഴിഞ്ഞം ലോകത്തെ തന്നെ മുൻനിര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളുടെ പട്ടികയിലേക്ക് അതിവേഗം ഉയർന്നു വരും. അതില്ലെങ്കിലും ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. അപ്പോൾ ഇതോടുകൂടി കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കും വലിയ ഉണർവ് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ചരക്ക് നീക്കത്തിനുള്ള സുരക്ഷിത പാത എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞത്തിന്റെ വിശ്വാസ്യത എന്ന് പറയപ്പെടുന്നത് വർദ്ധിച്ചു വരികയാണ്. കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തെ സമീപിക്കുന്നത് ഇവിടുത്തെ സൗകര്യങ്ങളിലും സുരക്ഷയിലുമുള്ള വിശ്വാസം കാരണം. വരും വർഷങ്ങളിൽ വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയുടെ സാമ്പത്തിക കവാടമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമേയില്ല. അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞത്തിന്റെ വിശ്വാസ്യത വർദ്ധിച്ചത് തുറമുഖത്തിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള അദാനി ഗ്രൂപ്പിന് വലിയ കോളായി മാറിയിരിക്കുകയാണ്, കോടികളുടെ നേട്ടമായി മാറിയിരിക്കുകയാണ്. അമേരിക്ക ഇറാൻ സംഘർഷത്തെ തുടർന്ന് ദുബായിലെ ജബൽ അലി ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ തുറമുഖങ്ങൾ അത് നിശ്ചലമായതോടെയാണ് ലോകത്തെ വമ്പൻ കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തെ സമീപിച്ചു തുടങ്ങിയത്. യാർഡ് ശേഷിയേക്കാൾ അധികം കണ്ടെയ്നറുകൾ ഇപ്പോൾ തന്നെ വിഴിഞ്ഞത്ത് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തിരക്ക് പരിഗണിച്ച് അടുത്ത ഘട്ട വികസന പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുവാനാണ് അദാനി ഗ്രൂപ്പിന്റെ അടക്കം നീക്കം. അടുത്ത വർഷം പുതിയ ബർത്തുകൾ അതുകൂടി തുറക്കുന്നതോടെ വിഴിഞ്ഞം ലോകത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളിൽ ഒന്നായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല. ചുരുക്കത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, ഗതിവിഗതികൾ വിഴിഞ്ഞത്തെ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ നെടുന്തൂണാക്കി മാറ്റുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ യുദ്ധതന്ത്രം പിഴച്ചപ്പോൾ, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഉണ്ടായപ്പോൾ കേരളത്തിനുണ്ടായ നേട്ടം പറയാതിരിക്കാൻ കഴിയില്ല.